അബി തന്റെ മനസ്സിലെ സംശയങ്ങൾ ഓരോന്നായി അവളോട് ചോദിക്കാൻ തുടങ്ങി. അങ്കിളിന്റെ ബിസിനസ് പല സ്ഥലങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുകയാണ്, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമെല്ലാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് അതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട ഓഫീസിലേക്കാണ്. അലീന പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടതും അബി അമ്പരന്നു. നമ്മൾ കാറിലാണോ അങ്ങോട്ട് പോകുന്നത്? 10-12 മണിക്കൂർ എടുക്കില്ലേ? അവൻ ചോദിച്ചു. അത് കേട്ട് അലീന ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ പോകുന്ന ഒരു പ്രൈവറ്റ് എയർപോർട്ടിലേക്കാണ് ടൈഗർ. അവിടെ നിന്ന് നമ്മുടെ പേഴ്സണൽ ജെറ്റിൽ നേരിട്ട് ചെന്നൈയിൽ ലാൻഡ് ചെയ്യും. 2 മണിക്കൂർ മാത്രമേ അവിടെ എത്താൻ എടുക്കൂ. പേഴ്സണൽ ജെറ്റ് എന്ന് കേട്ടതും അഭിനവ് അത്ഭുതപ്പെട്ടു. അച്ഛന് സ്വന്തമായി ജെറ്റും ഉണ്ടായിരുന്നോ? വിശ്വാസം വരാതെ അവൻ ചോദിച്ചു. അബിയുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി അലീന പുഞ്ചിരിച്ചു. നിന്റെ അച്ഛന് പേഴ്സണൽ ജെറ്റ് മാത്രമല്ല ഉള്ളത് അബി. നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര വലുതാണ് MK ഗ്രൂപ്പ്. കപ്പലുകൾ, യാച്ചുകൾ, എന്തിനേറെ പറയുന്നു, ചില പ്രൈവറ്റ് ഐലൻഡുകൾ വരെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. എല്ലാം നീ വഴിയെ മനസ്സിലാക്കും, അവൾ പറഞ്ഞു. അബി ഇതെല്ലാം കേട്ട് ഞെട്ടി. പക്ഷെ അവൻ പുറമെ ഇതൊന്നും കാണിച്ചില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഡെലിവറി ജോലി ചെയ്തുകൊണ്ടിരുന്ന അവൻ ദിവസം 500 രൂപ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവന് 5 അല്ലെങ്കിൽ 50 കോടി പോലും വളരെ ചെറിയ എമൗണ്ടാണ്. അത്രത്തോളം സമ്പാദ്യം അവന്റെ പക്കലുണ്ട്. ഇതൊന്നും അബിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സംസാരത്തിനിടയിൽ അവർ MK ഗ്രൂപ്പിന്റെ എയർപോർട്ടിലെത്തിയത് അബി അറിഞ്ഞില്ല. അവിടെ എത്തിയതും രണ്ടുപേരും എയർപോർട്ടിനകത്തേക്ക് നടന്നു. ശേഷം അവർക്ക് പോകേണ്ട പേഴ്സണൽ ജെറ്റിൽ കയറി. പേഴ്സണൽ ജെറ്റിനുള്ളിലെ സൗകര്യങ്ങൾ കണ്ട് അബിയുടെ കണ്ണ് തള്ളിപ്പോയി. മുൻപ് റൂമിലേക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് സോഫ വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു TV വാങ്ങാൻ വേണ്ടി താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നവൻ ഓർത്തു. ജീവിതത്തിൽ താൻ സമ്പാദിക്കുന്ന പണം കൊണ്ട് അതെല്ലാം വാങ്ങുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് അവൻ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ സൗകര്യങ്ങളും അവന്റെ വിരൽത്തുമ്പിലുണ്ട്. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാൻ ഇപ്പോൾ അവന് സമയമോ അതിനുള്ള മാനസികാവസ്ഥയോ ഇല്ല. എന്തൊരു വിരോധാഭാസം എന്ന് ചിന്തിച്ചുകൊണ്ട് അബി ചിരിച്ചു. യാത്രയിലുടനീളം അലീനയും അബിയും സംസാരിച്ചിരുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ ചെന്നൈയിലെത്തി. അവിടെ അവരെ കൊണ്ടുപോകാൻ മറ്റൊരു ലക്ഷറി കാർ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട് ചെന്നൈ നഗരത്തിലെ തിരക്കേറിയ വഴികളിലൂടെ അവരുടെ കാർ കടന്നുപോയി. പിന്നീട് ആ കാർ എത്തിച്ചേർന്നത് ഇരുവശവും പച്ചപ്പ് മാത്രം കാണുന്നൊരു വഴിയിലേക്കാണ്. ടൈഗർ, നീ ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ കാണുന്നതെല്ലാം നിന്റെ സ്വത്താണ്. അലീന പറഞ്ഞത് കേട്ട് അവ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അവൻ നോക്കുന്നത് അലീന ശ്രദ്ധിച്ചു. നോക്കത്താ ദൂരത്തോളമാണ് ഇരുവശത്തുമുള്ള പാടശേഖരവും തോട്ടങ്ങളും നീണ്ടുകിടക്കുന്നത്. അഭിനവ് അതെല്ലാം കണ്ടപ്പോൾ പകച്ചുപോയി. 10-20 കിലോമീറ്റർ അവർ ആ വഴിയിലൂടെ സഞ്ചരിച്ചു. തന്റെ അച്ഛൻ തനിക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് ഒരു പാരൽ വേൾഡ് തന്നെയാണെന്ന് അവന് മനസ്സിലായി. കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചപ്പോൾ വലിയൊരു കൊട്ടാര സദൃശ്യമായ കെട്ടിടത്തിന് മുന്നിലെത്തി. നമ്മൾ എത്തി അബി, നീ വേഗം ഇറങ്ങ്, അലീന പറഞ്ഞു. നന്ദു, എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? ആരൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്? നോക്ക്, ഇവിടെയുള്ളവർ എങ്ങാനും ഞാനാണ് ടൈഗർ എന്ന് മനസ്സിലാക്കുമോ? അബി ഒന്നിനു പുറകെ ഒന്നായി മനസ്സിലെ സംശയങ്ങൾ ഓരോന്നായി ചോദിച്ചു. കാണാൻ പോണ പൂരം എന്തായാലും ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. പിന്നെ നീയാണ് ടൈഗർ എന്ന് അവർ മനസ്സിലാക്കുന്നെങ്കിൽ അങ്ങ് മനസ്സിലാക്കിക്കോട്ടെ. എന്റെ പൊന്നബി, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ അത്. ഇതിപ്പോ ഇച്ചിരി നേരത്തെ ആയതുകൊണ്ട് എന്താ പ്രശ്നം? അലീന അവനെ സമാധാനിപ്പിച്ചു. എന്നിരുന്നാലും അബി വളരെ പരിഭ്രാന്തനായിരുന്നു. അവന്റെ മുഖത്തെ അസ്വസ്ഥത അലീന ശ്രദ്ധിച്ചു. എടാ, നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ. നീ ആരെന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടണ്ട. എല്ലാവർക്കുള്ള മറുപടി ഞാനും വിക്രമും ചേർന്ന് കൊടുത്തോളാം. ഓക്കെ? നമ്മളിവിടെ വന്നത് സ്വത്തിന്റെ കാര്യത്തിനാണ്. അത് വെറും കടലാസിൽ എഴുതി വെച്ചത് കൊണ്ടായില്ലല്ലോ. അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് വേണ്ടേ? അലീന പറയുന്നത് ശരിയാണെന്ന് അബിക്ക് തോന്നി. അവൻ അതെല്ലാം സമ്മതിച്ചു. രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി. അവരിറങ്ങിയ ഉടനെ 2 ഗാർഡുകൾ അവരുടെ അടുത്തേക്ക് വന്ന് അവരെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. അവരൊരു നീണ്ട ഇടനാഴിയിലൂടെ വീടിന്റെ പ്രധാന ഹാളിലേക്ക് നടന്നു. അത്ഭുതം നിറഞ്ഞ മുഖത്തോടെ അഭിനവ് ചുറ്റുമുള്ള ആഡംബര ലൈറ്റുകൾ, ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ എന്നിവയെല്ലാം നോക്കി. അവിടെയുള്ള ഓരോ വസ്തുവിൻ്റെയും വില കോടികൾ വരും എന്ന് അബിക്ക് തോന്നി. ഇതെല്ലാം കണ്ട ശേഷമാണ് തൻ്റെ പിതാവ് എത്ര വലിയ വ്യക്തിയായിരുന്നെന്നും ടൈഗർ എന്ന തൻ്റെ പേരിന് എത്രത്തോളം ശക്തിയുണ്ടെന്നും അവൻ മനസ്സിലാക്കിയത്. അത് അബിയെ മറ്റൊരു രീതിയിൽ ചിന്തിപ്പിച്ചു. ഇത്രയൊക്കെ വലിയ സ്ഥാനമാണ് ടൈഗറിൻ്റേതെന്നുണ്ടെങ്കിൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നതെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. ഇടനാഴിയിലൂടെ അവർ കുറച്ചു ദൂരം മുന്നോട്ട് പോയി. ഒടുവിൽ മെയിൻ ഗേറ്റിനടുത്തെത്തി. അപ്പോൾ ഗാർഡ്
തന്റെ ഇലക്ട്രോണിക് കാർഡ് ഉപയോഗിച്ച് അവർക്ക് ഗേറ്റ് തുറന്നു കൊടുത്തു. അലീനയും അഭിനവും അകത്തേക്ക് കടന്നപ്പോൾ ചെറുപ്പക്കാരനായ ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ടു. 6 അടിക്ക് മുകളിൽ പൊക്കമുള്ള അയാൾ കാണാൻ സുന്ദരനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അയാൾ കയ്യിലെ വാച്ചിൽ സമയം നോക്കുന്നത് അഭി കണ്ടു. അവർ മെയിൻ ഗേറ്റ് തുറന്ന് അയാളുടെ അരികിലേക്ക് നടന്നു. ഗേറ്റ് തുറന്നതും ആ മനുഷ്യന്റെ മുഖത്തുണ്ടായ ചെറിയൊരു അസ്വസ്ഥത അഭി ശ്രദ്ധിച്ചു. എന്നാൽ അയാൾ അത് വിദഗ്ധമായി മറച്ചു പുഞ്ചിരിച്ചു. അയാൾ അലീനയുടെ അടുത്തേക്ക് വന്നു. അല്പം വൈകിയല്ലേ, എന്നാലും സാരമില്ല. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു മിസ് അലീന? അയാൾ അലീനയോട് ചോദിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ രോഹൻ തന്നെയായിരുന്നു. അഭി രോഹനെ തല മുതൽ കാല് വരെ നോക്കി. രോഹൻ സുന്ദരനാണ്, ഒപ്പം ആരോഗ്യവാനും. പക്ഷെ അവന്റെ ആ മുഖം അഭിയെ കുറച്ചു വർഷങ്ങൾ പിന്നിലേക്ക് എത്തിച്ചു. അന്ന് തന്റെ അച്ഛനെ ചതിച്ചു കൊന്ന നരേന്ദ്രന്റെ മുഖം തന്നെയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. രോഹൻ കാണാൻ നരേന്ദ്രനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. രോഹന്റെ മുഖത്ത് പുഞ്ചിരി തെളിയുമ്പോൾ ശരിക്കും നരേന്ദ്രനെ പോലെ തോന്നിച്ചു. അന്ന് അവസാനമായി അയാളെ കണ്ടപ്പോൾ അയാളുടെ മുഖത്തുണ്ടായിരുന്ന ക്രൗര്യം മുഴുവൻ തന്റെ മുന്നിൽ നിൽക്കുന്നവന്റെ മുഖത്ത് അഭി കണ്ടു. ഐ ആം ഫൈൻ രോഹൻ, നീ നിന്റെ വിശേഷം പറ. നീയല്ലേ പറന്നു നടക്കുന്നയാൾ, അലീന പറഞ്ഞു. ഇതുവരെ എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇനി എന്താകുമെന്നറിയില്ല, രോഹൻ പറഞ്ഞു. അവൻ പറഞ്ഞതിന് മറ്റെന്തോ അർത്ഥമുള്ളതുപോലെ അഭിനവിന് തോന്നി. ഇത്രയും വലിയ ഭാരം വലിച്ചു വലിച്ച് നീ ആകെ തളർന്നുവെന്ന് തോന്നുന്നു. അതിന് ഒരു സൊല്യൂഷനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അറിഞ്ഞല്ലോ, ടൈഗർ തിരികെ എത്തി. ഇനി കാര്യങ്ങളെല്ലാം ടൈഗറിന്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് നീ നിന്റെ ലൈഫ് എൻജോയ് ചെയ്തോ, അലീന പറഞ്ഞു. അത് കേട്ടതും രോഹന്റെ പുഞ്ചിരി മങ്ങാൻ തുടങ്ങി. ഞാനും കേട്ടു. അവനൊരു സുപ്രഭാതത്തിലിങ്ങ് വന്ന് ഞാനാണ് ടൈഗർ എന്ന് പറഞ്ഞ് നിന്നാ മതി. പക്ഷെ ഈ സ്വത്തുക്കൾ മുഴുവൻ ഇത്രയും കാലം ഞാൻ എങ്ങനെയാണ് പരിപാലിച്ചതെന്ന് ആർക്കെങ്കിലും അറിയോ? സഞ്ജയങ്ങൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശത്രുക്കളെല്ലാം വെറുതെ ഇരുന്നതാണോ വിചാരം? അവർ വീണ്ടും നമ്മളെ ആക്രമിക്കാൻ വന്നിരുന്നു. ഇത്രയും കാലം ഇതൊക്കെ സഹിച്ചിട്ടാണ് ജീവിച്ചത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം ഇതുപോലെ നിലനിർത്തുന്നതെന്നറിയാമോ? എനിക്ക് എത്രയോ തവണ ഈ ഭാരമെല്ലാം ഏറ്റെടുത്തതിന്റെ പേരിൽ മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നിട്ടുണ്ടെന്നറിയാമോ? ചിലപ്പോൾ ഞാൻ തന്നെയാണ് ടൈഗർ എന്ന് എനിക്ക് പറയേണ്ടിയും വന്നിട്ടുണ്ട്. സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതൊന്നും ആർക്കും അറിയണ്ട. രോഹന്റെ ശബ്ദമുയർന്നു. അവൻ പറഞ്ഞ ഓരോ വാക്കും കേട്ട് അഭിനവിന്റെയും അലീനയുടെ മുഖം ഇരുണ്ടു. അഭിനവിന് രോഹൻ പറഞ്ഞതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. അവന് രോഹന്റെ കോളറിൽ പിടിച്ചു വലിച്ച് മുഖത്തേക്ക് ആഞ്ഞടിക്കാൻ തോന്നി. അഭി ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കി. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അഭി രോഹനോട് ചോദിച്ചു. അഭി പറഞ്ഞത് കേട്ട് രോഹൻ അവനെ മൊത്തത്തിലൊന്ന് ഇഷ്ടപ്പെടാത്തതുപോലെ നോക്കി. അഭി അവൻ തിരിച്ചറിഞ്ഞില്ല.